മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ കുറച്ച് അധികം പുസ്തകങ്ങളെ നിങ്ങളെ കാണിച്ചു തരാണ്. ഇതൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ DC ബുക്സ് കാലടിയിൽ നടത്തിയ പുസ്തകമേളയിൽ നിന്ന് ഞാൻ വാങ്ങിയ പുസ്തകങ്ങളാട്ടോ. ഇതെല്ലാം ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, ഇതിലാകെ 2 മാത്രമേ ഞാൻ വായിച്ചു കഴിഞ്ഞതുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിനകത്ത് 2 പുസ്തകം ഞാൻ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞതാണ്, അതായത് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കിയുള്ളത് ഞാൻ വായിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോ എന്തായാലും നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം കാണിച്ചു തരുന്നത് PV ഷാജികുമാറിന്റെ സ്ഥലം എന്ന ഈ പുസ്തകമാണ്. അപ്പൊ ഈ പുസ്തകത്തിന്റെ കവർ പേജ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, KSRTC പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എനിക്ക് ഈ ബുക്ക് കവർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇതിനകത്ത് എന്തായിരിക്കും ഉള്ളടക്കം എന്നുള്ളത് അറിയാനൊരു ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകത്തിലേക്ക് വന്നത്. അപ്പൊ ഇതിനാകെ 160 രൂപയാണ് വന്നിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 128 പേജുള്ള ഒരു പുസ്തകമാണ്. ഇതൊരു കഥ തന്നെയാണെന്നാണ് തോന്നുന്നത്. പക്ഷെ നോക്കിയേ, കവർ പേജാണ് എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. കാരണം ഇത് കണ്ടേക്ക് നമുക്ക് മനസ്സിലാവില്ലല്ലോ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന്. അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് പുസ്തകം, സ്ഥലം, PV ഷാജികുമാറിന്റെ. ഇനി അടുത്തത് MA റഹ്മാൻ എന്ന് പറയുന്ന റൈറ്ററിന്റെ പൊസങ്കടി എന്ന് പറയുന്ന ഈ പുസ്തകമാണ്. പൊസങ്കടി ഒരു അന്വേഷണ റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. കണ്ടോ, ഈ പുസ്തകത്തിന് ഈ പറഞ്ഞ പോലെ ഒരു കാസർഗോഡൻ ഗ്രാമത്തിൽ ഇതിനകത്ത് പറയുന്നുണ്ട്, ഒരു കാസർഗോഡൻ ഗ്രാമത്തിൽ നിന്നും കുട്ടികളെ കാണാതായ യഥാർത്ഥ സംഭവത്തെ പ്രമേയമാക്കിയ നോവൽ. അപ്പൊ അവിടുത്തെ ഭാഷ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് പൊതുവെ ഈ കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അപ്പോ ഒരു രസകരമായിട്ടുള്ള ഒരു യഥാർത്ഥ സംഭവകഥയുടെ ചുരുളാണ് ഇവിടെ അഴിയുന്നത്. അപ്പൊ അത് വായിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് ഈ പുസ്തകത്തിലേക്ക് ഞാൻ വന്നത്. ഇത് 150 രൂപയാണ്. ഇതിൽ ഓൾമോസ്റ്റും DC ബുക്സിന്റെ തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ പബ്ലിഷറിന്റെ പേര് പറയാത്തത്. പിന്നെ 150 രൂപയാണ്. ഇത് വന്നിട്ട് 112 പേജസ് ആണ് ഉള്ളത്. ഇതാണ് എന്റെ സെക്കൻഡ് ബുക്ക്. അടുത്തത് വളരെ പ്രശസ്തനായി ആയിട്ടുള്ള ഒരാളുടെയാണ് GR ഇന്ദുഗോപൻ. ഒരുപാട് ഇപ്പോ ഈ ഇടയ്ക്ക് ഒരുപാട് ഫിലിംസ് ഒക്കെ ഇദ്ദേഹത്തിന്റെ വന്നിട്ടുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന്റെ ചെന്നായ എന്ന ഈ പുസ്തകം, ഇതാണ് എന്റെ മൂന്നാമത്തെ ബുക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതും 160 രൂപ തന്നെയാണ്. 128 പേജസ് ആണുള്ളത്. അപ്പോ ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് ഞാൻ ബാക്ക് സൈഡിലുള്ളത് ഒരുപാടൊന്നും വായിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വലിയ അറിവില്ല. എന്നിരുന്നാലും നല്ലൊരു കഥയാണെന്ന് തോന്നുന്നു. ഒരു ത്രില്ലറിന്റെ അപൂർവതയും അപ്രതീക്ഷിതത്വവും ചേർന്ന് അത്ഭുതപ്പെടുത്തുന്ന കഥയെഴുത്തിന്റെ രസതന്ത്രം, ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് നോവൽ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതായിരുന്നു എന്റെ മൂന്നാമത്തെ പുസ്തകം. ഇനി അടുത്തത്, ഇത് ഞാൻ ഒരുപാട് പേര് റിവ്യൂ ചെയ്യുന്ന കണ്ടു. ഒരുപാട് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഈ പുസ്തകം കണ്ടപ്പോ തന്നെ ഇതിന്റെ കവർ പേജ് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു പുസ്തകമാണ് കാവൽക്കാരി ബൈ ആനി വള്ളിക്കാപ്പൻ. അപ്പൊ ഈ ഓഥറിന്റെ ഒരു പുസ്തകം ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തില്. അത് ഞാൻ വായിച്ചു കഴിഞ്ഞു. അതോടുകൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഞാൻ പറയാം. അപ്പൊ ഈ ഒരു കവർ പേജ് കണ്ടപ്പം ഞാൻ വളരെ അട്രാക്റ്റഡ് ആയി. ഇതിനകത്ത് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ട് അറിയാൻ. അപ്പോ ഇത് 199 രൂപയാണ്. ഇതിന്റെ പബ്ലിഷർ കറന്റ് ബുക്സ് തൃശ്ശൂരാണ്. ഇത് മൊത്തത്തിൽ 127 പേജസ് ആണ് ഉള്ളത് കേട്ടോ. ഒരു ചെറിയൊരു നോവൽ. ഇനി അടുത്തത് വളരെ ഫേമസ് ആയിട്ടുള്ള, എനിക്കൊന്നും നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ലളിതാംബിക അന്തർജനത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പ്രഥമ വയലാർ അവാർഡ് എന്നിവ നേടിക്കൊടുത്ത കൃതിയാണ് അഗ്നിസാക്ഷി. അപ്പൊ ഇതിന് 180 രൂപയാണ്. ഇത് ഏകദേശം ഒരു 134 പേജസ് തന്നെയുള്ള ഒരു ബുക്കാണ്. ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസ് ഞാൻ ഇനിയുള്ള വ്ലോഗ്സിൽ പറയൂ കേട്ടോ. ഇപ്രാവശ്യം ഞാൻ വാങ്ങിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് P പത്മരാജൻ, അതായത് നക്ഷത്രങ്ങളെ കാവൽ എന്നുള്ള ഒരു പുസ്തകമാണ് ഇദ്ദേഹത്തിനെ ഞാൻ ആദ്യമായിട്ട് വായിച്ചത്. ആ പുസ്തകം വായിച്ചോട് കൂടി സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ എഴുത്തും രീതിയും ഒരുപാട് അറിയാം. പത്മരാജൻ സാറിന്റെ ഒരുപാട് ഈ മൂവീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എഴുത്തും ഞാൻ ആദ്യമായിട്ട് വായിച്ചത് ഈ നക്ഷത്രങ്ങളെ കാവൽ എന്നുള്ള ഇതിൽ കൂടെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പൊ ഉദകപ്പോള എന്ന ഈ പുസ്തകമാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത്. ഇത് കൂടാതെ ഞാൻ വീണ്ടും വേറെയും 2 പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിന് വന്നിട്ട് 180 രൂപയാണ്. ഇത് മൊത്തത്തിലൊരു 141 പേജസേ ഉള്ളൂ. നല്ലൊരു കഥയാണെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ബാക്കിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത പുസ്തകം ഒറവകുത്തി
ഒറവക്കുത്തി എന്ന ഈ പുസ്തകമാണ് കാവ്യ അയ്യപ്പനാട്ടോ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒരു പുതിയ ആളാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും എനിക്ക് ഈ ഒരു കവർ പേജും ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു തേളോ അങ്ങനെയുള്ള സംഭവമൊക്കെ വന്നപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര അട്രാക്റ്റഡ് ആയി തോന്നി. പൊതുവെ ഞാനൊരു ബുക്ക് വാങ്ങിക്കുമ്പോൾ കവർ പേജ് മാത്രം നോക്കി വാങ്ങിക്കുന്ന ആളല്ല. പക്ഷെ ചില പുസ്തകങ്ങൾ കാണുമ്പോൾ കവർ പേജിൽ ഞാൻ വളരെയധികം അട്രാക്റ്റഡ് ആവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പുസ്തകം കൂടിയാണിത്. ഇതിന്റെ കഥ നല്ലതാണെന്നാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. അപ്പൊ ഞാൻ വായിച്ചതിന് ശേഷം എന്തായാലും പറയാം. അപ്പൊ ഈ ഒരു പുസ്തകത്തിന് വന്നിരിക്കുന്നത് 170 രൂപയാണ്. നല്ല രസമുള്ള കവർ പേജ് ആട്ടോ. അത് പേജസ് വന്നിട്ട് ആകെ 125 കഥ ഉള്ളത്. ബാക്കി എന്തോ കാവ്യ അയ്യപ്പനെ കുറിച്ചൊക്കെയാണ്. അപ്പൊ ഇതിന്റെ കണ്ടോ, നല്ല രസകരമായിട്ടുള്ള ഒരു രീതിയാണ് കവർ പേജ് ഒക്കെ. ഇതാണ് എന്റെ അടുത്ത പുസ്തകം. ഇനി അടുത്തത് പത്മരാജൻ സാറിന്റെ തന്നെ മഞ്ഞുകാലം നോറ്റ കുതിര. ഇത് 13ാം പതിപ്പാണ്. ഒരു ചെറിയ കഥയാണ്. ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് വായിച്ചിരുന്നതോ ദാമ്പത്യത്തെ കുറിച്ചും ഭാര്യ ഭർത്താവിന്റെ ഇതിനെക്കുറിച്ച്, ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുറകിലെ ഇതിൽ ഞാൻ ചെറുതായിട്ടൊന്ന് നോക്കിയായിരുന്നു. അപ്പോ എനിക്കിഷ്ടമാണ്. എനിക്ക് ഈ പത്മരാജന്റെ ഈ പറയുന്ന ഓഥറിന്റെ പുസ്തകം ഞാൻ ഈ നക്ഷത്രങ്ങളെ കാവൽ വായിച്ചോട് കൂടി ഞാൻ ഒരുപാട് അഡിക്റ്റഡ് ആയി. അപ്പോ അദ്ദേഹത്തിന്റെ അവിടെ കണ്ടതൊക്കെ ഞാൻ വാങ്ങി. ഇതാണ് അടുത്ത പുസ്തകം. ഇനി അടുത്തത് മുങ്ങാങ്കുഴി. മുങ്ങാങ്കുഴി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ആഷ് അഷിതയുടെ മുങ്ങാങ്കുഴി. കണ്ടോ, ഈ എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ ഉള്ള പുസ്തകമേളയിലൊക്കെ നോക്കുമ്പം നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യില്ല അത് അവിടെ. നമുക്ക് പറ്റാവുന്ന പുസ്തകങ്ങളൊക്കെ നോക്കി നോക്കി എടുക്കും. അപ്പൊ കൂടുതലും ഈ അട്രാക്റ്റഡ് ആവുന്ന കവർ പേജസ് ആണ്. എനിക്ക് തോന്നുന്നു ഈ പുതിയ ആൾക്കാരുടെയൊക്കെ ഈ പുസ്തകത്തിന്റെ കവർ പേജ് കാണുമ്പോൾ നല്ല രസമുണ്ട്, നല്ല സന്തോഷം തോന്നുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. ഇത് 199 രൂപയാണ് ഇതിന്റെ വില വന്നിട്ട്. അപ്പോ ഇത് 141 പേജസ് ആണുള്ളത് കേട്ടോ. നല്ലൊരു ചെറിയ കഥ. അതുപോലെ തന്നെ പത്മരാജൻ സാറിന്റെ മഞ്ഞുകാലം നോറ്റ കുതിര എന്ന് പറയുന്നത് 88 പേജസേ ഉള്ളൂ. അതിന് 120 രൂപയായിരുന്നു കേട്ടോ. ഇനി അടുത്തതും പത്മരാജൻ, പി പത്മരാജന്റെ തന്നെ ഋതുഭേദങ്ങളുടെ പാരിതോഷികം എന്നുള്ള ഈ പുസ്തകമാണ്. ഇത് ഞാൻ ഒരുപാട് ബുക്ക് ട്യൂബേഴ്സ് ഓൾറെഡി ചെയ്തത് കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ ഭംഗി നോക്കൂ, നല്ല രസമുള്ളൊരു കളറ്. ഭംഗി മാത്രമല്ല, നല്ല കഥയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയും കൂടിയാണ് ഞാനിത് വാങ്ങിയത്. ഇതിന് 199 പേജസ് ആണ്. 199 രൂപയാണ്. ആകെ 136 പേജസ് ആണുള്ളത് കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ടുള്ള മൈ വ്യൂസ് ബൈ ലക്ഷ്മിയിലാണെങ്കിൽ ഞാൻ ഓരോ ബുക്കും വായിച്ചതിന്റെ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതിന്റെയും എല്ലാത്തിന്റെയും പൊതുവെ ഞാൻ ഇതിന്റെ എല്ലാം ഓരോ റിവ്യൂസ് ഞാൻ ഇതിനകത്തേക്ക് ഇടാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എല്ലാ പുസ്തകത്തിനെ പറ്റിയും ഡീറ്റെയിൽ ചെയ്ത് കിട്ടും. അപ്പോ ഞാൻ എന്റെ ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യൂ. പുതിയ പുതിയ പുസ്തകങ്ങളും ഞാൻ വായിച്ച പുസ്തകങ്ങളെ പറ്റിയുള്ള റിവ്യൂസ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് ജിജേഷ് ഭാസ്കറിന്റെ ഊയിഷ് ആണ്. ഇതാണ് ആ പുസ്തകം, ഊയിഷ്. ഇതിന്റെ കവർ പേജ് ഒട്ടും രക്ഷയില്ല. ഇപ്പൊ ഇത്രയും പറഞ്ഞതില് എനിക്ക് ഏറ്റവും ഇഷ്ടമായ വേറൊരു പുസ്തകമാണ് ഊയിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം. ഇതിന്റെ കവർ പേജ് എത്ര അട്രാക്റ്റഡ് ആണെന്ന് നോക്കൂ, വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ കഥയും നല്ലതാണെന്നാട്ടോ പലരും പറഞ്ഞു കേട്ടത്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ചെയ്ത് ചെയ്യും. ചെറുതായിട്ടൊക്കെ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. നല്ലൊരു പുസ്തകം. ഇതിന് 210 രൂപയാണ്. ഇതിന്റെ മൊത്തം പേജസ് വന്നിരിക്കുന്നത് 157 പേജസ് ആട്ടോ. അപ്പോ DC ബുക്സിന്റെ തന്നെയാണ്. ഇതാണ് എന്റെ അടുത്ത പുസ്തകം. അപ്പൊ ഇത്രയും പുസ്തകങ്ങളില് 2 പുസ്തകങ്ങൾ ഞാൻ വായിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് ഞാൻ വായിച്ച ആദ്യത്തെ പുസ്തകമാണ് നീർദിന്റെ പുസ്തകങ്ങള്. ഇത് ആനി വള്ളിക്കാപ്പന്റെ ആണ്. കാവൽക്കാരി എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ ഇതിനകത്ത് കാണിച്ചിരുന്നു. അതേ റൈറ്ററിന്റെ തന്നെയാണ് ആനി വള്ളിക്കാപ്പന്റെ സോറി. അപ്പൊ ഈ ഒരു പുസ്തകം ഞാൻ ഇന്നാണ് വായിച്ചു തീർത്തത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല രസമുള്ള ഭാഷ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷെൽഫിലിരിക്കുന്ന പുസ്തകങ്ങൾക്കൊക്കെ ഓരോരോ കഥയുണ്ട് അല്ലെ. അതെല്ലാം ഓരോ കഥാപാത്രങ്ങളാണ്. അവരെല്ലാം അവരുടെ കഥ നമ്മളോട് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ നമ്മൾ അറിഞ്ഞ് എങ്ങനെ ഇരിക്കും. അതാണ് ഈ പുസ്തകത്തിൽ വന്നിരിക്കുന്ന പ്രമേയം. അപ്പൊ ഓരോ കഥകളും ഇതിനകത്തുണ്ട്. എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നി. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പുസ്തകം വായിച്ചിട്ടില്ല. അത്രയും നന്നായിട്ടുണ്ട്. നല്ല രീതിക്ക് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതാണ് എന്റെ അടുത്ത പുസ്തകം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഇതിനകത്ത്. വായിച്ചതൊക്കെ രസമുണ്ട്. എഴുത്ത് കൊള്ളാം, ഭാഷ കൊള്ളാം, കഥകൾ കൊള്ളാം, എല്ലാം കൊള്ളാം. അപ്പൊ ഇതായിരുന്നു എന്റെ അടുത്ത പുസ്തകം. ഇനി എന്റെ ഇന്നത്തെ ഈ പുസ്തകമേളയിൽ നിന്ന് വാങ്ങിയതില് ലാസ്റ്റ് ബുക്കാണ് കേട്ടോ. അത് കാശി, അജേഷ് ഗോപാലൻ
എന്ന റൈറ്ററിന്റെ കാശി എന്ന ഈ പുസ്തകം. ഇത് വളരെ നല്ല പുസ്തകമാണ്. അതായത് ഇതിനകത്ത് ഒരു കള്ളന്റെ കഥയാട്ടോ പറയുന്നേ. ആ കള്ളനാണ് കാശി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഴയ കാലത്ത് പഴമയിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്, അന്നത്തെ കാലാവസ്ഥയല്ല, അന്നത്തെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന അയിത്തം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന് ഒരുപാടൊന്നും ഇതിനകത്ത് പറയുന്നില്ല, പക്ഷെ ഇത് നല്ലൊരു ഭാഗമായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇന്റേണൽ സ്റ്റോറി, അതാണ് എനിക്ക് ഏറെ പ്രിയപ്പെട്ടത്. ഈ ഇന്റേണൽ സ്റ്റോറിക്ക് നല്ലൊരു കാമ്പുണ്ട്, അത് നമ്മൾ ശരിക്കും പിടിച്ചിരുത്തും. അപ്പൊ അതാണ് ഈ കാശി എന്ന ഈ പുസ്തകം. വളരെ നന്നായിട്ടുണ്ട്, നല്ല ഭാഷയാണ് ഇതിനകത്തും, എഴുത്തൊക്കെ നല്ല രീതിക്കാണ്. ഇനിയിപ്പോ ഒരു ബിഗിനർ ആണെങ്കിൽ പോലും അയാൾക്ക് വായിച്ചു തുടങ്ങാൻ പറ്റിയ ഒരു പുസ്തകമാണ്. ആകപ്പാടെ ഇതൊരു 63 പേജസേ ഉള്ളൂ കേട്ടോ. ഈ 63 പേജസ് ഉള്ള ഈ ബുക്കിന് 130 രൂപയാണുള്ളത്. അത് K0 പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിഷറിന്റെ ആണ്. അപ്പൊ വളരെ നല്ല പുസ്തകമാണ്, നമുക്ക് ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പൊ ഇതിന്റെ റിവ്യൂ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത്രയും പുസ്തകങ്ങളാണ് ഞാൻ ഇപ്രാവശ്യത്തെ പുസ്തകമേളയിൽ നിന്ന് ഞാൻ വാങ്ങിയത്. അപ്പോ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഏതായാലും ഞാൻ ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും. അപ്പോ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെ അറിയണം, പുസ്തകങ്ങളെ കുറിച്ച് കൂടുതൽ താല്പര്യമുള്ളവർക്ക് എന്റെ ഈ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോ വീണ്ടും അടുത്തൊരു വ്ലോഗുമായിട്ട് വരുന്നത് വരെ, ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.